CHPV അണുബാധ അഥവാ ചണ്ഡിപുര വൈറസ് ബാധ വലിയ ആശങ്കയാണ് ഗുജറാത്തിൽ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 5 ജില്ലകൾ സബർഗാന്ത, ആരവള്ളി, മഹിസാഗർ, ഖേഡ, രാജ്കോട്ട് ഈ 5 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ അണുബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗുജറാത്ത് സംസ്ഥാനം ഉടനീളം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ 8 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. അതിൽ 6 പേർ കുട്ടികളാണ്. മാത്രമല്ല 15 പേരാണ് ചികിത്സയിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 5 ജില്ലകൾക്ക് പുറമെ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും സ്വദേശികളായിട്ടുള്ള ഓരോരുത്തർ ഇപ്പോൾ ഈ അണുബാധയിൽ തുടർന്ന് ഗുജറാത്തിൽ തന്നെ ചികിത്സയിലുണ്ട്. പ്രധാനമായിട്ടും ഈച്ചയിലൂടെയും അതുപോലെ തന്നെ കൊതുകിലൂടെയുമാണ് ഈ അണുബാധ പകരുന്നത്. അത് അഹമ്മദാബാദിലെ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിൽ കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ തന്നെ സീസൺസ് എല്ലാം അതിൽ കാരണമാവുന്നു എന്നുണ്ട്. മഴക്കാലമാകുന്ന സമയത്ത് ഈച്ചകൾ വലിയ രീതിയിൽ പെരുകുന്നു. ആ സമയത്ത് തന്നെ ഈ അണുബാധ വലിയ തോതിൽ വ്യാപിക്കുന്നുണ്ട് എന്നുള്ളൊരു പഠനം കൂടിയാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ CHPV അണുബാധയ്ക്കെതിരെ ഇപ്പോൾ ഒരു പ്രതിരോധ കുത്തിവയ്പ്പില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗലക്ഷണങ്ങൾ പഠിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ നൽകി മാത്രമേ ഒരു രോഗമുക്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. പനി, തലവേദന, ശരീരവേദന തുടങ്ങിയതാണ് ഈ അസുഖത്തിൻ്റെ ഈ ചണ്ഡിപുര വൈറസിൻ്റെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത്. അത് പിന്നീട് വലിയ തോതിൽ അപസ്മാരം, അതുപോലെ തന്നെ മസ്തിഷ്ക ജ്വരം, ഒപ്പം തലച്ചോറിലെ ചില മസിൽസ് അതുപോലെ തന്നെ ടിഷ്യൂസ് എല്ലാം തന്നെ വീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അത്തരത്തിൽ വലിയ രീതിയിൽ മരണം വരെ സംഭവിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ രോഗം എത്താനുള്ളൊരു സാധ്യതയാണ് നിലവിൽ മുന്നിലുള്ളത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവരിൽ ഈ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലേക്ക് ഈ അസുഖം പകരാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ്. ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് 2003-2004 കാലയളവിൽ ഈ അസുഖം വടക്കൻ ഗുജറാത്ത്, മഹാരാഷ്ട്ര അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. അന്ന് 300 കുട്ടികളുടെ മരണത്തിനാണ് ഈ അസുഖം, ഈ വൈറസ് ബാധ കാരണമായത്. ഗുജറാത്തിൽ 78% മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. 50% മുകളിൽ തന്നെയായിരുന്നു മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിൻ്റെയും കണക്ക്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതൽ സാമ്പിളുകൾ നൽകിക്കൊണ്ട് അത് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഘത്തെ നിയോഗിച്ച് മറ്റ് പഠനങ്ങളിലേക്കാണ് കേന്ദ്രവും അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയം കടന്നിരിക്കുന്നത്.